25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട്. ഒരു വല്യമ്മ ഏതെങ്കിലും മൂലയിരുന്ന് സലാത്ത് ദിക്റും ചെല്ലണീന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞ് കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ. നിങ്ങളൊക്കെ വീട്ടിലിരുന്ന മക്കളെ എന്താ രസം, എന്താ ഞാൻ റിച്ചുവിന്റെ കൂടി വന്നിട്ട് അടിപൊളിയല്ലേ. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫന്താവൂർ. ദിവസങ്ങൾക്ക് മുൻപ് ജസിയയുടെ ആഷിഖിന്റെ ഒരു വീഡിയോ വൈറലായിരുന്നു. ജസിയ ആഷിഖിനെ അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല. ഇപ്പോൾ ഈ ആഷിഖിന്റെ കല്യാണം നിക്കാഹൊക്കെ കഴിഞ്ഞു. ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു, ഒരുപാട് യൂട്യൂബേഴ്സും ചെയ്തിരുന്നു. അതൊക്കെ കണ്ടിട്ട് ഫൗസിയ എന്ന് പേരുള്ള ഒരു യുവതി വിളിച്ചു. അവർ ഇതുപോലെ നല്ല സ്നേഹത്തിൽ ഭർത്താവിൻ്റെ കൂടെ കഴിഞ്ഞിരുന്ന ഒരാളാണ്. പക്ഷേ ഗൾഫിലൊക്കെ പോയി, ഗൾഫിലൊന്നും പോയിട്ട് ശരിയാവാതെ നാട്ടിൽ വന്നു. നല്ല സ്നേഹമുള്ള ദമ്പതികളായിരുന്നു. പക്ഷേ പൊടുന്നനെ ഇദ്ദേഹത്തിന് സുഖമില്ലാതായിട്ടൊരു 4-5 ആഴ്ച മാത്രമേ കിടന്നിരുന്നുള്ളൂ. അപ്പോഴേക്കും ആ ഭർത്താവ് മരണപ്പെട്ടു. ഭർത്താവ് മരണപ്പെട്ടിട്ട് ഇവർ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണ് പിന്നീട് ലൈഫ് ഉണ്ടായത്. 2 മക്കൾ ഇവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ചോദിച്ചൊരു ചോദ്യമാണ്, ഇപ്പോൾ ആഷിഖിന് ഒരു വർഷം കഴിഞ്ഞ് സ്വന്തം ഇത്രയും സ്നേഹമുള്ള, സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഭയങ്കര ആക്റ്റീവായ ഒരു ഭാര്യയായിരുന്നു, നല്ല സ്നേഹമായിരുന്നു, ആളുകളൊക്കെ അത് കണ്ടിരുന്നു, അവരോട് ആ സ്നേഹത്തിൽ അസൂയപ്പെട്ടിരുന്നു. എന്നിട്ടും ആ ആഷിഖിന് ഒരു വർഷം കഴിയുമ്പോഴേക്ക് വേറൊരു വിവാഹം കഴിക്കുമ്പോൾ നാട്ടുകാർക്ക് യാതൊരു പ്രശ്നമില്ല, വീട്ടുകാരും സോഷ്യൽ മീഡിയയിലുള്ളവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവ്. ഇവിടെ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ മാഷ അനുഭവിച്ചൊരു വേദന ഉണ്ട്. ഞാനൊരു വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ വീട്ടുകാരെതിർത്തൊരു എതിർപ്പ്, ഞാൻ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിച്ചപ്പോൾ വീട്ടുകാരെന്നെ അപഹസിച്ചത്, എന്നെ കുറ്റപ്പെടുത്തിയത്, മറ്റു പല ആരോപണങ്ങൾ നടത്തി. ഇതെന്താ പുരുഷന്മാർക്ക് മാത്രം ചില അവകാശങ്ങൾ, സ്ത്രീകൾക്ക് എന്താ ഇതില്ലാതെ പോകുന്നതെന്നുള്ളത്. ഞാൻ ഇവരുടെ കഥ കേട്ടിട്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ധാരണ അങ്ങനെയാണ്. വിധവകളായ ആളുകളാണെങ്കിൽ ഒന്നും ചെയ്യാൻ പാടില്ല, വല്ല ദിക്റും സലാത്തിൻ്റെ ഒരു മൂലയ്ക്ക് ഇരുന്നാൽ മതി, വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട എന്നുള്ളൊരു രീതി നമ്മുടെ സൊസൈറ്റിക്ക് ഉണ്ട്. അതായത് ഭർത്താവൊക്കെ മരണപ്പെട്ട സ്ത്രീകളാണെങ്കിൽ നാട്ടുകാരുടെ കാരുണ്യം കൊണ്ട് കഴിയണം. അവരെങ്ങാനും സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിച്ചാൽ അപ്പോൾ താന്തോന്നിയായി തൻ്റെടിയായി. അവർ ജോലിക്ക് പോകാൻ ശ്രമിച്ചാൽ അപ്പോൾ അവർ വെടക്കായി. ഈ രീതിയിലുള്ളൊരു കാഴ്ചപ്പാട് ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതാണ് ഫൗസിയ പങ്കുവച്ച്. നമ്മുടെ സൊസൈറ്റിക്ക് നമ്മൾ നോക്കാം, വിധവകളാണോ അവരെങ്ങനെ സമൂഹം കാണുന്നത് എന്നുള്ളത്. നിർഭാഗ്യവശാൽ ഇപ്പോൾ നടക്കുന്ന ഒരു സംഭവം ഞാൻ പറയട്ടെ. ഇബ്രാഹിം സഖാഫി പുഴുക്കാട്ടിരി എന്ന് പേരുള്ള ഒരു AP വിഭാഗത്തിൽ വളരെ വലിയ ഉന്നതനായ ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞത്, നബീസുമ്മ എന്ന് പേരുള്ള മണാലിക്കൊക്കെ ടൂർ പോയിട്ട് 55 വയസ്സ് അവർക്കുണ്ട്. നിങ്ങളൊക്കെ വീട്ടിലിരുന്ന മക്കളെ എന്താ രസം, എന്താ ഞാൻ റിച്ചുവിന്റെ കൂടി വന്നിട്ട് അടിപൊളിയല്ലേ. വൈറലായ ഒരു ഉമ്മ, ആ ഉമ്മയുടെ വീഡിയോ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഇബ്രാഹിം സഖാഫി പുഴുക്കാട്ടിരിയുടെ ഒരു പ്രസംഗം വന്നു. ആ പ്രസംഗം വലിയ വിവാദമായി. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ച ഒരു വല്യമ്മ, 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട്. ഒരു വല്യമ്മ ഏതെങ്കിലും മൂലയിരുന്ന് സലാത്ത് ദിക്റും ചെല്ലണീന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞ് കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ. മഞ്ഞ് വാരിങ്ങനെ ഇടാണ് മൂപ്പത്തി. ചിലപ്പോൾ അത് ഈ നാട്ടുകാരനെ ആവാൻ പറ്റും. എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷമല്ല. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം നങ്ങങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോ ആവാ ഖദീജോ ആവാ, ഇതൊക്കെയാണ് ജീവിതം എന്നും പറഞ്ഞിട്ട്. ഇതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം. അപ്പോൾ ഈ പ്രസംഗം വിവാദമാവാൻ കാരണം ഇങ്ങനെ വിധവകളായ ആളുകളൊക്കെ ഈ എന്താ പറയുക, ദിക്റും സലാത്തിൻ്റെ ഒരു മൂലക്കിരുന്നാൽ മതി എന്നുള്ള പ്രയോഗമാണ്. അദ്ദേഹം ഒരു പക്ഷേ നന്മയായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷേ ആ പറഞ്ഞ വാക്കുകളൊക്കെ വേറെ രീതിയിലായി. ഈ നബീസുമ്മയുടെ മകൾ ചില ചോദ്യങ്ങൾ ചോദിച്ചു സോഷ്യൽ മീഡിയ വഴി. അല്ല ഉസ്താദ്, നിങ്ങൾ എന്തിനാണ് എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനം കളഞ്ഞത്? എൻ്റെ ഉമ്മ എന്ന് പറയുന്നത് എനിക്ക് 7 മാസം ആ പ്രായമാകുമ്പോൾ, അതായത് ഈ ഉമ്മാക്കാകെ 3 പെൺകുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഭർത്താവ് മരണപ്പെട്ടു പോയി. 10-30 വയസ്സിലങ്ങാത്തോണ് ഭർത്താവ് മരണപ്പെട്ടത്. രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ പോലും തയ്യാറാകാതെ വളരെ ബുദ്ധിമുട്ടിയിട്ട് ആ മക്കളൊക്കെ നോക്കി വലുതാക്കി പഠിപ്പിച്ച് 3 മക്കളെയും കല്യാണം കഴിപ്പിച്ച് അയച്ച് ഇപ്പോൾ ഈ കഴിഞ്ഞ ഡിസംബറിൽ ഈ 3 മക്കളെയും കൂട്ടിയിട്ട്, 3 മക്കളുണ്ടോ എന്ന് പറഞ്ഞാൽ 2 മക്കളതിൽ എന്തായാലും ഉണ്ട്, അവരെയും കൂട്ടിയിട്ട് അവർ ആദ്യം ഉംറക്ക് പോയി. ഉംറക്ക് കഴിഞ്ഞ് വന്ന് അങ്ങനെയാണ് ട്രിപ്പ് ചെയ്യുന്നത്. ഈ മണാലിലൊക്കെ പോയിട്ട് ഇവർ ഈ മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ട് ആ ഉമ്മ ഭയങ്കര സന്തോഷം കൊണ്ടും വൈബോണ്ടും പറഞ്ഞ വീഡിയോ ആണ് വൈറലായി. ഒരു ദിവസം കൊണ്ട് 51 ലക്ഷം, അതായത് 5 മില്യൺ അധികം ആളുകൾ ആ വീഡിയോ കണ്ടു. അങ്ങനെ ആ ഉമ്മ ഒരു പേജൊക്കെ തുടങ്ങിയിരുന്നു. അങ്ങനെ ഉമ്മ വൈറലായി. ഈ വൈറലായപ്പോൾ സ്ത്രീകളൊക്കെ സോഷ്യൽ മീഡിയയിൽ അമിതമായിട്ട് ഇങ്ങനെ വൈറലാവുന്നതും അല്ലെങ്കിൽ അങ്ങനെ ആക്റ്റീവ് ആവുന്നതൊക്കെ ഇസ്ലാമികപരമായിട്ട് ശരിയല്ല എന്ന അർത്ഥത്തിലായിരിക്കും ഇബ്രാഹിം സഖാഫി പുഴുക്കാട്ടിരി എന്ന് പേരുള്ള ഈ പണ്ഡിതൻ ഇങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഈ മകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഞങ്ങളുടെ ഈ ഒരു വീഡിയോ
വീഡിയോ വൈറലായ പല ആളുകളും ഞങ്ങളെ വിമർശിച്ചിരുന്നു. ഇപ്പോൾ ഒരു ആ മതപണ്ഡിതനെ മതപരമായിട്ട് ഞങ്ങൾ എതിർത്തിട്ട് എൻ്റെ ഉമ്മാക്ക് ഇപ്പോൾ ഒരു മരിച്ച വീട്ടിൽ പോലും പോകാൻ കഴിയുന്ന സ്ഥിതിയാണ്. എന്തിനാണ് ഉസ്താദ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനം കളയുന്നത്? ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ മുഴുവനും ഈ ഉസ്താദിനെ തെറി വിളിക്കാൻ, എന്തൊക്കെ തെറികളാണ് ഉസ്താദിനെ വിളിക്കുന്നത്. അപ്പോൾ ആളുകളുടെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ വിവാഹമോചിതയായ സ്ത്രീയാണ്, അല്ലെങ്കിൽ വിധവകളായ സ്ത്രീകളാണോ, അവരൊരു ഭാഗത്ത് ഒതുങ്ങിക്കൂടണം. എത്രയോ ആണുങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു, അതൊന്നും ഒരു പ്രശ്നമില്ല, സ്ത്രീകൾ ഇങ്ങനെ പോയാൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പം നല്ല അവസരമാണിത്. മനോരമയിൽ ഇത് വാർത്ത വന്നു, റിപ്പോർട്ടർ ചാനലിൽ വാർത്ത വന്നു, പിന്നെ മീഡിയ വണ്ണ് കുളം കലക്കി. ഇങ്ങനെ കിട്ടിയ അവസരങ്ങളെല്ലാവരും ഈ ഉസ്താദിനെ മെക്കിട്ട് കയറി. എന്തായാലും ഒരു അനുചിതമായ ഒരു പരാമർശമായി പോയി ഉസ്താദ് നടത്തിയതില്ല, യാതൊരു തർക്കവുമില്ല. കാരണം അതൊക്കെ ഓരോരുത്തർ പേഴ്സണൽ സന്തോഷങ്ങളല്ലേ. അവരത്രയും 55 വയസ്സിൽ ലോകം മുഴുവൻ കണ്ടിട്ട് നിങ്ങൾക്കൊരു 10 സെൻറ്റ് ഉള്ളെങ്കിൽ 2 സെൻറ്റ് വിറ്റിട്ടെങ്കിലും യാത്ര പോകൂ, അവർ ഈ ഭൂമിയിലെ സന്തോഷങ്ങളൊക്കെ കാണട്ടെ എന്ന് പറഞ്ഞതാണ്. നമ്മൾ എല്ലാത്തിനെയും വിമർശിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഇത്തരത്തിലുള്ള വിധവകളായ ആളുകൾ അനുഭവിക്കുന്ന ഒരു വേദന, ആ വേദനയാണ് ഒരു പക്ഷേ സോഷ്യൽ മീഡിയ മുഴുവനും ഉസ്താദിനെ ഏറിലാക്കാനും അല്ലെങ്കിൽ ഉസ്താദ് വിമർശിക്കാനും കാരണമായത്. ഞാൻ ആ ഒരു പ്രസംഗത്തിലുള്ള ഒരു ശൈലിയോട്, അല്ലെങ്കിൽ ഉസ്താദ് ഒരു പക്ഷേ നല്ല ഉദ്ദേശത്തിലായിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക, പക്ഷെ ആ പറഞ്ഞ സാധനം അനുചിതമായി പോയി എന്നുള്ളതാണ് എല്ലാവരും പറയുന്ന ഒരു കാര്യം. ആ മകളടക്കം ഈ ഉസ്താദിനെ രംഗത്ത് വരേണ്ടായി. ഒരുപക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ ആ നഫീസുമ്മയുടെ വീഡിയോയും കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ ഈ ഉസ്താദ് പറയുന്ന വീഡിയോയും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ വിധവകളായ ആളുകൾ ഇങ്ങനൊരു മൂലക്കിരിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഫൗസിയാത്ത പറയുന്നൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ലൈഫിൽ ഇവരുടെ ഭർത്താവൊക്കെ മരണപ്പെട്ട് പ്രയാസമായപ്പോൾ ഇവരുടെ ഭർത്താവിൻ്റെ കുടുംബം വലിയ തറവാടികളാണ്. ഈ ഒരു ഫൗസിയാത്തയുടെ കുടുംബം എന്ന് പറയുന്നത് സാധാരണ കുടുംബമാണ്, ഒരു സാധാരണ വളരെ പാവപ്പെട്ട ആളുകളാണ്. ഇങ്ങനെ നല്ല പണക്കാരൻ്റെ വീട്ടിലേക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുത്തയച്ചതാണ്. അങ്ങനെ ഈ ഹസ്ബൻഡിൻ്റെ മരണമാകെ തളർത്തിയ വീട്ടുകാരൊക്കെ കൂടി തീരുമാനിച്ച ഒരു മാസം ഇവർക്ക് ഇത്ര പെൻഷൻ കൊടുക്കുക എന്ന രീതിയിൽ കുറച്ചൊക്കെ ആദ്യമൊക്കെ ഭയങ്കര സഹായമായിരുന്നു. വീട് പണിയൊന്നും ഫുള്ളാക്കിയിരുന്നില്ല, അവരെന്നെ ബാക്കിയുള്ള തേപ്പൊക്കെ നടത്തി പെയിൻ്റൊക്കെ അടിച്ചു. അപ്പോഴൊക്കെ ഞങ്ങൾ കൊടുക്കണ കാശ് കൊണ്ടാണ്, അതുകൊണ്ട് തിരുത്തൊന്നും പറയാൻ പാടില്ല, തങ്ങളുടെ അടിയാളന്മാരെ പോലെ ജീവിക്കണം എന്ന രീതിയിലൊക്കെയാണ് ബാക്കിയുള്ളവരൊക്കെ ഒരു കാഴ്ചപ്പാട്. അവരെ ഉള്ളിലുള്ള ആ ഒരു എന്താ പറയുക, ഒരു ജന്മിത്തുണ്ടല്ലോ, അതിങ്ങോട്ട് പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ ഇവർക്കത് സഹിക്കാൻ പറ്റണില്ല. എത്രയായാലും ഭിക്ഷയായിട്ട് കിട്ടുന്നത് പോലെയാണ് ഈ ഫൗസിയാക്ക് ഫീൽ ചെയ്ത്. ഫൗസിയ മക്കളൊക്കെ ഒന്ന് വളരട്ടെ എന്ന് കരുതിയിട്ട് ഇപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കല്യാണക്കാരെ നോക്കാമെന്ന് പറയുമ്പോൾ ഇവളൊട്ടും സമ്മതിച്ചില്ല. സ്ത്രീകൾ അങ്ങനെയാണ്, എത്ര സ്നേഹമുണ്ട് എന്നുണ്ടെങ്കിലും ആണുങ്ങൾ വേറെ രണ്ടാമത് കല്യാണം കഴിക്കാൻ ഒരു മനസാക്ഷി കുത്തും ഉണ്ടാവില്ല കേട്ടോ. സത്യം ഞാൻ പറയണേ, എത്രയോ ആണുങ്ങളുടെ സ്നേഹത്തിൻ്റെ പുതുമഴയാണ് എന്നൊക്കെ പറയും, പക്ഷേ ഒരു വർഷമാകുമ്പോഴേക്കും അതിൻ്റെ മുൻപ് തന്നെ കല്യാണം കഴിക്കണം. സ്ത്രീകൾ അങ്ങനെയല്ല, ഇത്രയും സിൻസിയറായിട്ട് സ്നേഹിക്കുന്ന ഒരു വർക്കം. അവരൊരാളെ ഹൃദയം കൊണ്ട് സ്നേഹിച്ചാൽ എന്ത് കുതൂഹലം നടത്താലും അത് പെട്ടെന്ന് മറക്കാൻ അവർക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കല്യാണം കഴിക്കുന്നവരെ ഉൾക്കൊള്ളാനും സ്ത്രീകൾക്ക് കഴിയില്ല. ഫൗസിയ ഒരു കാര്യം ഉറപ്പിച്ചിരുന്നു ആദ്യമൊന്നും, ഒരിക്കലും തങ്ങളുടെ കുട്ടിനെ അനാഥമാക്കുന്ന രീതിയിൽ വിവാഹം വേണ്ട. അങ്ങനെ ഒരു 5-8 വർഷം അങ്ങനെ പോയി. ഈ 5-8 വർഷത്തിലാണ് ഫൗസിയ ഒരുപാട് അനുഭവിച്ചത്. തുടക്കത്തിലൊക്കെ വീട്ടുകാർ ഭയങ്കര സപ്പോർട്ടൊക്കെയായിരുന്നു, ഭർത്താവിൻ്റെ സഹോദരന്മാരൊക്കെ. പിന്നെ അവരൊക്കെ ഒരു അധികാരം പ്രയോഗിക്കാൻ തുടങ്ങിയപ്പോൾ തോന്നി, ഞാനിപ്പോൾ എന്തിനാ ഇവരുടെ അധികാരത്തിൽ നിൽക്കുന്നത്, എനിക്കെന്താ ജോലിക്ക് പോയിക്കൂടെ. ഡിഗ്രി അവസാന വർഷത്തിലാണ് കല്യാണമൊക്കെ നടന്നത്, അതുകൊണ്ട് തന്നെ ഡിഗ്രിയുടെ 1-2 പേപ്പറുകൾ കിട്ടാതെ പോയിട്ടുണ്ട്, അതൊന്ന് എഴുതിയെടുക്കുക, ജയിക്കാം. അങ്ങനെ ഇവിടെ അക്യുപങ്ക്ചർ പഠിക്കാൻ പോയി. അക്യുപങ്ക്ചർ പഠിക്കാൻ പോയപ്പോൾ വീട്ടുകാർ പറഞ്ഞു കള്ള ചികിത്സയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇവിടെ അക്യുപങ്ക്ചർ പഠിച്ചു, അതിൻ്റെ കോഴ്സുകൾ കഴിഞ്ഞു. ചെറിയ രീതിയിലൊക്കെ ഒരു വേറൊരു ക്ലിനിക്കിൽ അസിസ്റ്റൻ്റായിട്ട് പോയപ്പോൾ ഇത് വീട്ടുകാർക്ക് പറ്റണില്ല. ഇങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരു പെണ്ണ് ഇങ്ങനെ ചെയ്യേ. പിന്നെ ഇവിടെ ഡിഗ്രി പഠനം കംപ്ലീറ്റ് ആക്കി, അതിനോടൊപ്പം തന്നെ കൗൺസിലിങ്ങിൻ്റെ കോഴ്സ് ചെയ്തു. ഇവിടെ ഈ പുറത്തേക്ക് ഇറങ്ങി പോവുക, ജോലി സമ്പാദിക്കാമെന്ന് കേട്ടപ്പോൾ വീട്ടുകാർക്ക് അത് ഉൾക്കൊള്ളാൻ അവർ പരമാവധി ആരുടെ കൂടെ അഴിഞ്ഞാടാണ് കണ്ണി കണ്ട. കാരണം ഓരോ കോഴ്സ് കഴിഞ്ഞിട്ടും ആ കോഴ്സ് അതിൻ്റെയൊക്കെ മറ്റേ സമാപന ചടങ്ങുകളും അല്ലെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങുകളൊക്കെ ആകുമ്പോൾ നല്ല റീൽസുകൾ ഇടുന്നു, നല്ല ഫോട്ടോസുകളും. ഇവരതിലൊക്കെ സന്തോഷങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. മക്കളൊക്കെ ഭയങ്കര സപ്പോർട്ടീവാണ്. ഉമ്മ സ്വന്തം കാലിൽ നിൽക്കണം എന്ന് പറയാൻ മക്കളൊക്കെ വളരാൻ തുടങ്ങി. ഈ മക്കളുടെയൊക്കെ പിന്തുണയിലാണ് ഈ ഫൗസി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇത് സമൂഹം അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഈ ഫൗസിയത്തിനോട് ചോദിക്കുകയാണ്, ഇതെന്താ പുരുഷന്മാർക്ക് ഭയങ്കര പ്രിവിലേജാണ്. ഞാൻ പറഞ്ഞു, സത്യത്തിൽ ഇതൊന്നും ശരിയല്ലെങ്കിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പുനർവിവാഹം കഴിക്കണമെങ്കിൽ കഴിക്കാം. ഇപ്പോൾ ഇവരിപ്പോൾ കുറച്ചൊക്കെ ഒരു സ്വന്തം നിലക്ക് അധ്വാനിക്കാൻ തുടങ്ങിയതിന് ശേഷം മക്കൾ വലുതായപ്പോൾ പറഞ്ഞു, ഉമ്മഞ്ഞൊരു കല്യാണം കൂടി കഴിക്കും. ഞങ്ങളൊക്കെ കല്യാണം കഴിച്ച് പോയ ഒറ്റക്കാവൂലേ, അപ്പോൾ ഒരു കല്യാണം കഴിക്കണം എന്നുള്ളത് ഇവർക്ക് ആഗ്രഹം വരാൻ. കാരണം മക്കളുടെ ആഗ്രഹമാണ്, മക്കൾ സപ്പോർട്ട് ചെയ്യുകയാണ്, അത് ഒരിക്കലും അങ്ങോട്ട് ഫോഴ്സ് ചെയ്യാൻ പറഞ്ഞതല്ല. അപ്പോൾ ഇവർ എങ്ങനെയെങ്കിലുമൊക്കെ അത് ഭർത്താവിൻ്റെ സഹോദരന്മാരോടൊക്കെ പറഞ്ഞ് വീട്ടുകാരോടൊക്കെ പറഞ്ഞ് ഒരു കല്യാണം കഴിക്കുമ്പോൾ അവരത് അംഗീകരിക്കുന്നേയില്ല. കാരണം ഈ മക്കൾ പിന്നെ രണ്ടാനുപ്പാർ അങ്ങനെയാവും, എനിക്ക് വേറെ മക്കളുണ്ടായി സ്വത്ത് പോകും. കാരണം
ഈ സ്വത്ത് പോകരുത്, സ്വത്ത് ഇവരുടെ ആ വീട്ടിലെ ആളുടെ മോൻ്റെ മക്കൾക്ക് മാത്രമേ പാടുള്ളൂ, എല്ലാത്ത രീതി സ്വത്ത് പോകാൻ പാടില്ല. അപ്പോൾ സ്വന്തം ഒരു അനുഭവം ഒരു വിധവകൾക്ക് ഏതൊക്കെ രീതിയിലാണ് അനുഭവിക്കേണ്ടി വരിക എന്നുള്ളത് ഈ അനുഭവം പറഞ്ഞ് ഫോക്കസ് ചെയ്ത് വെച്ചപ്പോൾ ഒന്നും നമുക്ക് പറയാനില്ല. ഓരോരുത്തരുടെ അനുഭവം, നിങ്ങളൊരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന പലർക്കും ഇത്തരം ദുരനുഭവങ്ങളിലൂടെ കടന്നുപോയ ആളുകൾ, ഇത്തരം അനുഭവങ്ങൾ അറിയുന്ന ആളുകളുണ്ടാവും. ഇതെന്തെങ്ങനെയെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. കുറേ സ്ത്രീകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരു അവകാശം പോലും കൊടുക്കാതെ, സ്ത്രീകൾ ഒന്നിനും കൊള്ളാത്തവരാണ്, അവർ വെറും പ്രസവിക്കാനാണ് എന്ന് കരുതുന്ന കൗമ്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ സ്ത്രീകൾ എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ തെറ്റും, പുരുഷന്മാർക്ക് എന്തും ചെയ്യാനുള്ള ധാരണ. ഏതായാലും ആ ധാരണയൊക്കെ നമ്മൾ തിരുത്തപ്പെടേണ്ട കാര്യങ്ങളാണ്. വിവാഹത്തിൻ്റെ കാര്യത്തിൽ, പുനർവിവാഹത്തിൻ്റെ കാര്യത്തിൽ സ്ത്രീക്കും പുരുഷനൊക്കെ അവരെ പേഴ്സണൽ ചോയ്സിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നന്നായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാനത് പറയാൻ കാരണം ഫൗസിയുടെ ഈ അനുഭവം കേട്ടപ്പോഴാണ്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.